ഒരു ഷോർട്ട് സീരീസ് ആയാലോ? പാർട്ട് 1. ആ അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവൻ എവിടെയൊക്കെ തപ്പിയെന്നറിയോ? പിന്നില്ല അമ്മ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒഡീഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെ ഡേറ്റ് നാളെ കേട്ടോ. ഞാൻ എന്തായാലും നാളെ ഒന്ന് പോയി നോക്കട്ടെ. ഷോർട്ട് ഫിലിമിൻ്റെ ഒഡീഷനോ? എൻ്റെ പൊന്നു ഞാൻ ഇത് എന്ത് ഭാവിച്ചിട്ടാ? ഇതേപോലെ എത്ര ഒഡീഷൻ നീ പങ്കെടുത്തു? എന്നിട്ട് മെലിഞ്ഞിരിക്കുകയാണ്, പൊക്കം കുറവാണെന്നുള്ള ഈ പേരിൽ റിജക്ഷൻ അല്ലേ എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ ഇതിൻ്റെ പിന്നാലെ പോണ്ടാന്നാ. ശരിയാ, എല്ലായിടത്തുനിന്നും റിജക്ഷനെ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് അമ്മയും കൂടെ ഇങ്ങനെ പറയാൻ തുടങ്ങി എങ്ങനെ ശരിയാവുന്നത്? ഞാൻ ഒന്ന് നാളെ പോയി നോക്കട്ടെ അമ്മ, പ്ലീസ്. മോളെ, ഞാൻ നിന്നെ തളർത്താൻ വേണ്ടി പറഞ്ഞതല്ല. നിനക്ക് പോണെങ്കിൽ നാളെ നീ പൊക്കോ. ഇനി ഒഡീഷൻ്റെ അന്ന് അഭിനയിക്കാനുള്ള നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ടീം നടത്തുന്ന ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒഡീഷനെ നിങ്ങളെ കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങൾ ഈ 50 പേരിൽ നിന്നും ഒറ്റ കുട്ടിയെ മാത്രമേ ഞങ്ങൾ മെയിൻ റോളിൻ്റെ ഇതായിട്ട് സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, അതിന് കുറേ റോൾസിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിനൊരു റോൾ എടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന റോൾ എന്താണോ വീട്ടിൽ ചെന്നൊരു വീഡിയോ എടുത്ത് ഞങ്ങളുടെ മെയിൽ ID അയച്ചു തരാം. അപ്പോൾ വീഡിയോ ക്വാളിറ്റി, എഡിറ്റിംഗ് ഇതൊന്നും ഞങ്ങൾ നോക്കത്തില്ല, നിങ്ങളുടെ അഭിനയം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ സെലക്ഷൻ്റെ ടൈമിൽ ഒരു ടഫ് കോമ്പറ്റീഷനാണ് നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഈ നേരത്തെ ആരാ വിളിക്കുന്നത്? ഹലോ, അതേ മേഡം, ഞാൻ ഒഡീഷന് വന്നായിരുന്നു. സെലക്ട് ആയോ? താങ്ക് യു സോ മച്ച് മാം. നാളെ വരണോ? അതേ സ്ഥലത്തല്ലേ? താങ്ക് യു മാം. അമ്മ, എന്തു പറ്റി? നല്ല സന്തോഷത്തിലാണല്ലോ. അമ്മ, ഞാൻ പറഞ്ഞില്ല ഒരു ഒഡീഷൻ, അതിനകത്ത് ഞാൻ വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു. ഞാൻ സെലക്റ്റായി. മാഡമ്മ വിളിച്ചത്. അപ്പോൾ മാം പറഞ്ഞു അതേ സ്ഥലത്ത് നാളെ ഒന്ന് ചെല്ലണം. അപ്പോൾ ക്യാരക്ടറിനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ നാളെ പോകുന്നുണ്ട് കേട്ടോ. ആണോ? എന്നാൽ മോള് പോയിട്ട് വാട്ടോ. മാഡം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇന്നിവിടെ വരണം എന്ന്. ആ, മോളാണോ? വായോ മോളു. മോളെ, ക്യാരക്ടറിനെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ കേട്ടോ വിളിച്ചത്. അപ്പോൾ അത് ഞാനല്ല പറഞ്ഞുതരാം, ഞങ്ങളുടെ ഹെഡ് ഉണ്ട്, അപ്പോൾ അവരോടാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ റൈറ്റിലോട്ട് പോയിട്ട് കാണുന്ന ഫസ്റ്റ് റൂമാണ് മാഡത്തിൻ്റേത്. മോള് പോയിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് മാം, മേ ഐ കം ഇൻ? ആ, വരൂ, ഇരിക്കൂ. മാം, എന്നെയാണ് ഷോർട്ട് ഫിലിമിൻ്റെ മെയിൻ റോളായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു മാഡത്തിനെ വന്ന് കാണണം എന്ന്, അതുകൊണ്ട് വന്നതാണ്. മോളെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്? അതെ മാഡം, എന്നെയാണ്. എന്തു പറ്റി? ഒന്നുമില്ല മോളു. മോളെ ഇവിടെ പറഞ്ഞു വിട്ട സ്റ്റാഫില്ലേ, അവരോട് നിന്ന് വന്ന് കാണാൻ പറയൂ കേട്ടോ. ഓക്കെ മാം. മാം, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ മാഡം പറഞ്ഞു മാമിനെ ഒന്ന് കാണണം, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നോട് ചെന്ന് കാണാൻ പറഞ്ഞോ? ആ, ഞാൻ എന്നാൽ ചെന്നിട്ടൊന്ന് കണ്ടിട്ട് വരാം. മോളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്നോളൂ കേട്ടോ, ഞാൻ പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ് മാം. ആ, നിങ്ങൾ വന്നിരിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട്. എന്തു പറ്റി മാഡം? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇച്ചിരി സെൻസ് ഉണ്ടാവുന്നു, അതുകൊണ്ടാണ് സെലക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കി നടത്തിയാൽ മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഈ കുട്ടീനെയാണോ തിരഞ്ഞെടുത്തിക്കണേ? മാഡം, കൂട്ടത്തിൽ ഏറ്റവും നന്നായി അഭിനയിച്ചത് ആ കുട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടീനെ തന്നെ തിരഞ്ഞെടുത്തത്. അഭിനയത്തിലൊക്കെ നല്ലതായിരിക്കും, പക്ഷേ ആ കുട്ടി നല്ല പൊക്കം കുറവുണ്ട്, അതേപോലെ തന്നെ നല്ല മെലിഞ്ഞുമാണ് ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കുട്ടീനെ സെലക്ട് ചെയ്യുന്നത്? മാം, വേറെ പിള്ളേരൊന്നും അത്ര നന്നായിട്ട് അഭിനയിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടീനെ സെലക്ട് ചെയ്തത്. അഭിനയിക്കുന്നില്ലെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല, അത് ഇവിടെ ആൾക്കാരുണ്ടല്ലോ, ഒന്ന് റെഡിയാക്കി എടുത്താൽ പോരെ. എനിക്കൊന്നും കേൾക്കണ്ട, ആ കുട്ടീനെ ഇപ്പം തന്നെ റിജക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കുട്ടീനെ സെലക്ട് ചെയ്യാൻ നോക്ക്. മാം, ഇത്രയും ദൂരം വിളിച്ചു വരുത്തിയിട്ട് ഞാൻ എങ്ങനെ അങ്ങനെ പറയാ കൊച്ചിനോട്? നിങ്ങളല്ലേ സെലക്ട് ചെയ്തേ, അപ്പം നിങ്ങൾ തന്നെ ഒഴിവാക്കിക്കോ. ഓക്കെ മാഡം, ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാം. മോളെ. ആ, മാഡം വന്നോ? എന്തിനാണ് മാഡം അവർ മാഡത്തിനെ വിളിച്ചത്? ആ മോളെ, ഞാൻ ഇപ്പോഴാണ് മാഡത്തിന് മോളുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിനയം ഇഷ്ടപ്പെട്ടു, പക്ഷേ മാഡത്തിന് എന്തോ സാറ്റിസ്ഫൈഡ് ആയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോൾക്ക് വേറെയും ചാൻസസ് കിട്ടും, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ മാം, കുഴപ്പമില്ല. ആ മോളെ, നീ വന്നോ? എന്തായി പോയിട്ട്? സെലക്ട് ആയില്ല അമ്മ. അതെങ്ങനെ ശരിയാവും? അവർ ഇന്നലെ വിളിച്ച് സെലക്ട് ആയിന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയേ? അതെ അമ്മ, അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്, പക്ഷേ അവരുടെ ഹെഡായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആണോ? ഇനിയിപ്പോൾ നീ വിഷമിക്കൊന്നും വേണ്ട, എവിടെ ചെന്നാൽ ഈ കാരണം കൊണ്ട് റിജക്ഷൻ അല്ലേ കിട്ടുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഓഡീഷൻ എന്ന് പറഞ്ഞ സാധനം അങ്ങ് വിട്ടേക്ക്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിലുണ്ടാവും.